കൊണ്ട് നമ്മുടെ പ്രിയ സഖാവിത കടന്നു വരുന്നു. പൂങ്കോട് വാർഡിന്റെ സമഗ്ര പുരോഗതിക്കായി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കുവാൻ കരുത്തും ത്രാണിയുമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായി നിങ്ങളുടെ മനസാക്ഷി വോട്ടുകളാക്കി രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സഖാവ് നിങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ, നിങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. കടന്നുവന്ന പാതയോരങ്ങളിൽ നൂറുകണക്കിന് സഹോദരി സഹോദരന്മാർ നൽകിയ ആവേശ ഉജ്ജ്വലമായ സ്വീകരണം. ആ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നൂറ് ചുവപ്പൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സഖാവിത നിങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ, ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന പാതയോരങ്ങളിൽ നൂറുകണക്കിന് സഹോദരി സഹോദരന്മാരും സഖാക്കളും നൽകിയ ആവേശ ഉജ്ജ്വലമായ സ്വീകരണം. ആ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നൂറ് ചുവപ്പൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സഖാവിത ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടന്റെ സ്വീകരണ പരിപാടിയുടെ സമാപന വേദിയായിട്ടുള്ള ചടയമംഗലം ജംഗ്ഷനിലേക്ക് പൂങ്കോട് വാർഡിന്റെ വിവിധ മേഖലകളിൽ നിന്നും LDF പ്രവർത്തകർ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണ സമാപന കേന്ദ്രമായ ചടയമംഗലം ജംഗ്ഷനിലേക്ക് സ്ഥാനാർത്ഥിയൊപ്പം ഇടതുപക്ഷ പ്രവർത്തകരും അനുഗമിക്കുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. നിങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മുടെ പ്രിയ സഖാവിത ഈ വാഹനത്തിന് മുന്നിലാണ് കടന്നു വരികയാണ്. കടന്നു വന്ന പാതയോരങ്ങളിൽ സഹോദരന്മാർ നൽകിയ ആവേശമായ സ്വീകരണം. ആ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളുടെ സ്വീകരണം
തിരഞ്ഞെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശീർവാദങ്ങളിലേക്ക് വാങ്ങുവാൻ
നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഖാക്കളെ, ഇന്ന് 2 മണിക്ക് പൂങ്കോട് വാറിന്റെ കൈതക്കെട്ടിൽ നിന്നും ആരംഭിച്ച് നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൂങ്കോട് വാറിന്റെ എല്ലാ മേഖലയിലും നൽകിയ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മളെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ 10-ാം തീയതി വരുന്ന പൂങ്കോട് ബൈ-ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരണ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി സ്വീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഇവിടെ സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. അതിന്റെ അധ്യക്ഷനായി ബൂത്തിന്റെ പ്രസിഡന്റ് സഖാവ് വിമൽകുമാർ സാറിനെ ക്ഷണിച്ചുള്ളൂ. പ്രിയരെ, ആവേശോജ്വലമായ ഒരു സ്വീകരണ പരിപാടിയുടെ സമാപനമാണ് ഇവിടെ. ഇന്ന് മുല്ലപ്പന്തലിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് PK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ വാർഡിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നുവന്നു എല്ലാ സമ്മതിദായകരുടെയും സ്നേഹവും സന്തോഷവും ഏറ്റുവാങ്ങിക്കൊണ്ട് സഖാവ് ഗ്രീഷ്മ ചൂടൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ തുടർ നടപടി എന്ന നിലയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഖാവ് ബിനു പിള്ളയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാനാർത്ഥിയുടെ സ്വീകരണത്തിന്റെ സമാപനമാണ്. ഈ സമാപന യോഗത്തിന്റെ അധ്യക്ഷന് വിമൽ സാറാണ്. വിമൽ സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CPIയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ഹരി നായരാണ്. സഖാവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് S. വിക്രമൻ, CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് D. രാജപ്പൻ നായർ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനി സുനിൽ, ഈ വാർഡിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് M. ബാബുരാജൻ, സെക്രട്ടറി സഖാവ് T. ജയകുമാർ, നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് ഗ്രീഷ്മ ചൂടൻ തുടങ്ങി നമ്മുടെ പാർട്ടിയുടെ സമുന്നതരായ എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. അവരെയെല്ലാം ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുക. ഈ യോഗം വീക്ഷിക്കാൻ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സ് അടക്കം നമ്മുടെ ഈ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സഖാക്കൾ, സുഹൃത്തുക്കൾ, ഒപ്പം ഈ വ്യാപാരികൾ, വ്യവസായികൾ എല്ലാവരെയും ഈ സമാപന യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ഈ സ്വീകരണ യോഗത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CPI ചടയമംഗലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഹരി നായരെ ക്ഷണിച്ചു.
ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിമൽ സാർ, വേദിയിലുള്ള CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രിയങ്കരനായ എസ് വിക്രമൻ, CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം നമുക്കെല്ലാം പ്രിയപ്പെട്ട സഖാവ് ടി രാജപ്പൻ നായർ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മിനി സുനിൽ, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ D ജയകുമാർ, ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് M ബാബുരാജൻ, CPI തടയമംഗൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അജയനടക്കം ഈ വേദിയിലും സദസ്സിലുമായുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയമുള്ളവർ, പുങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി സ്ഥാനാർത്ഥിയുടെ സ്വീകരണം ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് കൈതക്കെട്ട് നിന്ന് സഖാവ് PK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഈ വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന് പര്യടനം നടത്തിയാണ് ഈ സ്വീകരണം ഇവിടെ അവസാനിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പുണ്ടായ സാഹചര്യവും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ജോലി കിട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ വാർഡ് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ബഹുമാന്യായ നമ്മുടെ നിയമസഭാ സാമാജിക മന്ത്രി കൂടിയായ ജെ ചിഞ്ചുറാണിയുടെ അടക്കമുള്ള സർക്കാർ തലത്തിലടക്കമുള്ള ഫണ്ടുകൾ ഈ വാർഡ് പ്രദേശത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാക്കിയിട്ടുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭ്യമാകുന്ന തുക മാത്രമല്ല, മറ്റ് ഏജൻസികളിൽ നിന്ന് ലഭ്യമാകുന്ന തുക കൂടി സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടാൻ സാധ്യമായാൽ മാത്രമേ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് തന്റെ വാർഡിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. ഈ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ 15 വാർഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന വാർഡ് എന്നുള്ള നിലയിൽ ഈ വാർഡിലേക്ക് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് എല്ലാം ഞാൻ സൂചിപ്പിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മന്ത്രിയുടെയും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു എന്ന് നമുക്കെല്ലാം അറിയാം. ഈ ഗ്രാമപഞ്ചായത്തിലെ പൊതുവികസനത്തിനോടൊപ്പം വലിയ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ പൂങ്കോട് വാർഡിന് തുടർന്ന് കഴിയണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ തിരഞ്ഞെടുക്കപ്പെടണം. ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെയും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാൻ, അത് തങ്ങളുടെ വാർഡിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിനാണ് എന്ന് ചടയമംഗലം പഞ്ചായത്തിലെ പൊതുവികസന സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പൊതുവായുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സൂചിപ്പിക്കും പഞ്ചായത്തിലാകെ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അസാധ്യമെന്ന് പൂങ്കോട് വാർഡിലെ ജനങ്ങൾ വിചാരിച്ചിരുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് സാധ്യമാക്കിയത്. KSRTCയിൽ നിന്ന് മുകളിലേക്ക് കടന്നു പോകുന്ന റോഡ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ചടയമംഗലത്ത് എല്ലാവരും വിധി എഴുതിയ ഒരു റോഡാണ്. വർഷങ്ങളായി അവിടെ ആ റോഡ് നിർമ്മിക്കപ്പെടുകയും അവിടത്തേക്ക് റോഡ് നിർമ്മിക്കപ്പെടുകയും അവിടെ പാലം കിട്ടുകയും ഏകദേശം 200 മീറ്റർ മേഖല മാത്രം നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഒന്നാകെ ഇടപെട്ടുകൊണ്ട് ആ റോഡ് സാധ്യമാക്കുകയും നടുക്കുന്ന് എന്ന് പറയുന്ന ഈ വാർഡിലെ പ്രധാനപ്പെട്ട പ്രദേശം
പട്ടണത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്ന തരത്തിലേക്ക് ആ റോഡിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. നമ്മളെല്ലാം മനസ്സിൽ ഏറെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുന്നതാണ് ചടയമംഗലം മകരവിളക്ക് മഹോത്സവം. ഒരു മാസക്കാലം കൂടി കഴിഞ്ഞാൽ ചടയമംഗലത്ത് മകരവിളക്ക് മഹോത്സവത്തിന് തിരിതെളിയുകയാണ്. ചടയമംഗലത്തെ ആവാലവൃത്തം ജനങ്ങളുടെയും ആഘോഷരാവാണ് മകരവിളക്ക് മഹോത്സവത്തിന്റെ പേട്ട ദിനമടക്കമുള്ള ദിനങ്ങൾ. ആ അമ്പലത്തിലേക്കുള്ള വഴി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം, ഈ വാർഡിന്റെ ഒരു പ്രദേശം വരുന്ന സ്ഥലമാണ്. 37 ലക്ഷം രൂപയാണ് അവിടുത്തെ വികസനത്തിന് വേണ്ടി, ആ റോഡ് വികസനത്തിന് വേണ്ടി പൂർണ്ണമായും ആ റോഡ് വികസിപ്പിച്ച് ആധുനിക സംവിധാനത്തോടുകൂടി ആ റോഡ് നവീന രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വകമാറ്റി ടെൻഡറായി ആ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ തന്നെ ഈ വാർഡുമായി ബന്ധപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് വികസനവുമായി ബന്ധപ്പെടുത്തി നടത്തുവാൻ നിശ്ചയിച്ച് ആ പ്രവൃത്തികൾ 2 പ്രവൃത്തികൾ പൂർത്തിയായി, ഒരു പ്രവൃത്തി അതിന്റെ നടപടിക്രമങ്ങളിലാണ്. നമ്മുടെ ടേക്ക് എ ബ്രേക്ക് ഈ വാർഡിൽ സ്ഥിതി ചെയ്തതാണ്. ചടയമംഗലത്തെ ജംഗ്ഷനുമായി ബന്ധപ്പെടുത്തി പ്രാഥമിക കൃത്യങ്ങൾ, യാത്രക്കാരടക്കം ഇവിടെ വന്നിറങ്ങുന്ന ഒരാൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ, അല്ലെങ്കിൽ യാത്രക്കാർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ ഒരിടമില്ലാതെ വന്ന സമയത്താണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെപ്പറ്റി ആലോചന നടത്തുകയും KSRTCയുമായി വലിയ പ്രയാസപ്പെട്ടാണ് KSRTCയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന LDFന്റെ നേതാക്കന്മാർ വലിയ ചർച്ചകളും സമ്മർദ്ദങ്ങളും നടത്തിയാണ് ആ സ്ഥലം ഏറ്റെടുത്തത്. ആ സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം ഉപയോഗപ്പെടുത്തി ആ കെട്ടിടം പൂർത്തിയായി ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് മൂലം മാറ്റിവെക്കപ്പെടേണ്ടി വന്നു. 16-ാം തീയതി അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തീയതി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. നിരവധിയായ ആനുകൂല്യങ്ങൾ ആ വാർഡുമായി പക്ഷഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. ഇന്ന് വൈകുന്നേരത്ത് ആരംഭിക്കുന്ന ആ സ്വീകരണ യോഗവുമായി ബന്ധപ്പെടുത്തി തുടർന്ന് കടന്നു വന്ന വഴികളിൽ ആളുകൾ നൽകിയ ആവേശപൂർവമായ സ്വീകരണങ്ങൾ, വീടുകളിലെല്ലാം നിൽക്കുന്ന ആളുകൾ വളരെ ആവേശപൂർവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനും നെഞ്ചേറ്റുവാനും കടന്നു വരുന്ന കാഴ്ച കണ്ടത്. വളരെ ആവേശപൂർവം കടന്നു വന്ന സ്വീകരണമായിരുന്നു. അതുതന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പൂങ്കോട് വാർഡിലുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയാണ് തെളിയിക്കപ്പെടുന്നത്. അത് 10-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഇതുവരെ ആ വാർഡ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനു വേണ്ടുന്ന എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കുതിരവട്ടം മറ്റൊരു കഥാപാത്രം പറയുന്നത് പോലെ ആ ചെറിയ സ്പാനർ ഇപ്പൊ ശരിയാക്കി തരാം. അതുപോലെയാണ് നിലവിലുള്ള കെട്ടിടങ്ങൾ. വലിയ ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിലെ പൗരാവലി ജനങ്ങൾ, വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള പ്രവർത്തനങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് ഗ്രീഷ്മ ചൂടന് വോട്ട് നൽകി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ പൂങ്കോട് തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുകയും LDF പ്രവർത്തകരെ ഗുണദോഷിക്കുകയും ശാസിക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന, ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന നേതാവായ CPIM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് D രാജപ്പൻ നായരെ ക്ഷണിക്കുന്നു. ഇവിടെ നടക്കുന്ന
വാർഡിൽ സ്ഥാനാർത്ഥി സ്വീകരണത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് വിമൽ കുമാർ സാർ നമ്മുടെ ഈ സമ്മേളനത്തിൽ എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുന്നതിനും ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ള CPI-യുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സ്വപ്നവും നമ്മുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും CPI-യുടെ മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ഹരിയായ സഖാവ് PK-യായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിരവധി നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഡസൻ കണക്കിന് പ്രവർത്തകർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ വാർഡിലെ എല്ലാ പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മകളെന്നോ സഹോദരിയെന്നോ വിവിധ രൂപത്തിൽ കാണാവുന്ന നമ്മുടെ സഖാവ് സ്ഥാനാർത്ഥി സഖാവ് വിശ്വാസികൾ അടക്കമുള്ള പ്രിയമുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരെ പ്രിയ സഖാക്കൾ, കഴിഞ്ഞ 20-ാം തീയതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ നോമിനേഷൻ നടന്നത്. 20 കഴിഞ്ഞ് 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നത്. CPI-ന്റെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ 4-5 ദിവസം ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രവർത്തകർക്കാകെ ഏകോപിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിന് കഴിയില്ല. എന്നാൽ 20-ാം തീയതി സ്ഥാനാർത്ഥി സ്വീകരണം കൊടുത്തതിന് ശേഷം ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുപ്പ്, LDF-ന്റെ പ്രവർത്തകർ പങ്കെടുപ്പ്, നമ്മുടെ ഈ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ വീടുകളിലും കയറി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എപ്രകാരമാണോ വേണ്ടത് ആ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നാം സംഘടിപ്പിക്കും. നമ്മുടെ വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ഈ വാർഡിൽ ഏതാണ്ട് 200-ൽ പരം വോട്ടർമാരും പ്രവർത്തകരും പങ്കെടുത്താണ് ഒരാൾക്കാർ ചെയ്യുന്നത്. അതിനുശേഷം 2 ബൂത്തുകളിലും നടന്ന നമ്മുടെ LDF-ന്റെ വോട്ടർ പട്ടികയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വലിയ രൂപത്തിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ, മഹിളാ പ്രസ്ഥാനത്തിൻ്റെ മറ്റെല്ലാ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഏകോപിതമായി നമ്മുടെ ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ നടുക്കുന്ന പ്രദേശത്ത് 2-ാം ബൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ആ സഖാവ് നമ്മുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സഖാവ് ചിറ്റയം ഗോപകുമാർ പങ്കെടുത്ത്, അതുപോലെ തന്നെ മറ്റ് LDF-ന്റെ എല്ലാ നേതാക്കളും പങ്കെടുത്ത് നടന്ന യോഗത്തിൽ തന്നെ അതുകൊണ്ട് 250-ൽ പരം വോട്ടർമാരും പ്രവർത്തകരോടെ പങ്കെടുക്കുന്നു. ഇനിയിപ്പോൾ നാളെ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഭൂവൻ പങ്കെടുത്തുകൊണ്ട് ഈ വാർഡ് കേന്ദ്രീകരിച്ച് ഇളവത്തോട് ജംഗ്ഷനിൽ അതിഗംഭീരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സമാപന യോഗം എന്ന് പറയാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞ് 8-ാം തീയതി 6 മണി വരെ ഉണ്ട്. ആ രൂപത്തിലുള്ള വലിയൊരു യോഗം നാളെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ വാർഡ് തെരഞ്ഞെടുപ്പിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കേന്ദ്രീകരിച്ച പ്രവർത്തനം ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചിട്ടയായ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത്, തിരഞ്ഞെടുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഈ വേദികളിലെല്ലാം നാം പറഞ്ഞു കഴിഞ്ഞു.
ഇനിയിപ്പോൾ ഈ പഞ്ചായത്ത് ഭരണത്തിന് ഏതാണ്ടൊരു 11 മാസം കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വാർഡ് രൂപീകരിച്ചതിന് ശേഷം ഈ വാർഡിൽ നടന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രതിനിധികളുടെ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു വാർഡാണ് നമ്മുടെ ഈ വാർഡ്. അതിന് എണ്ണി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെല്ലാ വീടുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പും വികസനം നമ്മുടെ ഈ വാർഡിൽ നടപ്പാക്കുന്നതിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ LDFന്റെ ഈ നിയോജക മണ്ഡലത്തിലെ MLA മന്ത്രിയുമായിട്ടുള്ള സഹചിന്തരാണ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ അർഹമായിട്ടുള്ള മുഴുവൻ വിഹിതങ്ങളും നമ്മുടെ ഈ വാർഡിൽ കേന്ദ്രീകരിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു വാർഡാണ്. ധാരാളം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്, മറ്റ് പലതരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം തികഞ്ഞ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് കഴിഞ്ഞകാല പഞ്ചായത്ത് മെമ്പർമാരെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ജോലി കിട്ടി അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ശ്രീജയ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലം ഈ വാർഡിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മറ്റാളുകളെ വളരെ അസൂയാവഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു വികസന തുടർച്ച ഉണ്ടാകണം എന്ന് മാത്രമല്ല, ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയും ആവശ്യകതയുണ്ട്. ഈ വാർഡിൻ്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടർന്നുള്ള നാം തുടങ്ങി വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വീണ്ടും LDFന്റെ സ്ഥാനാർത്ഥി തന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ ചടയമംഗലം പഞ്ചായത്തിലോ ചടയമംഗലം ബ്ലോക്കിലോ കൊല്ലം ജില്ലയിലോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചെറുതായി ഞാൻ കാണുകയല്ല, അത് മോശപ്പെട്ട പാർട്ടിയൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ ഭരണ നേതൃത്വം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികൾക്കാണ്. അത് ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും നമ്മുടെ ഇവിടെ ഗ്രാമപഞ്ചായത്തായാലും അതുപോലെ തന്നെ MLA ആയാലും മന്ത്രിയായാലും ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാവരുടെയും ഒരു സംയുക്തമായ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള വലിയ ഒരു വികസന പ്രവർത്തനം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഒരു തുടർച്ച ഉണ്ടാകും. ഇവിടെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഈ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ 2-3 ടേമായി UDFന്റെ സ്ഥാനാർത്ഥി RSPയാണ് നമ്മുടെ പാർലമെന്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശ്രീ പ്രേമേന്ദ്രൻ MPയുടെ ഏതെങ്കിലും തരത്തിലുള്ള 10 പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് നമുക്ക് ഈ വാർഡിൽ കിട്ടിയിട്ടുണ്ട്, ഈ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള MP പാർലമെന്റ് മെമ്പറുടെ ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും നമ്മുടെ ഈ ചടയമംഗലം പഞ്ചായത്തിലോ ഈ വാർഡിലോ ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കോൺഗ്രസുകാർ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥാനാർത്ഥിയെപ്പറ്റി പറയാനൊന്നും കഴിയത്തില്ല, പക്ഷേ വളരെ വ്യാജമായ പ്രചരണങ്ങൾ പല രൂപത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു മൈക്ക് വർദ്ധിച്ച രീതിയിലേ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. വേറും വ്യാജമായിട്ടുള്ള ചില സിനിമാ കഥകൾ മാത്രം മെനഞ്ഞെടുത്തുകൊണ്ട് നടത്തുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ ഈ നാടിന് ഗുണം ചെയ്യുന്നതല്ല. ഈ നാടിന് വേണ്ടി ഒരു തരത്തിലുള്ള നമ്മുടെ ഈ ചടയമംഗലം പഞ്ചായത്തായാലും ചടയമംഗലം മണ്ഡലമായാലും നമ്മുടെ ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വികസനപരമായ കാര്യങ്ങളായാലും ഒരു ശരിയായ രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ഇടപെടുന്നൊരു പാർട്ടിയും പ്രസ്ഥാനവും അല്ല ഇവിടെ കോൺഗ്രസ് പാർട്ടി ആയാലും UDF ആയാലും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവർ പരാജയപ്പെട്ടു. സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും മത്സരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥിയോട് പോയി ഇത് അവർ മത്സരിക്കുന്നോ എന്ന് ചോദിച്ചു. അവർ നേതൃത്വം ഉണ്ടല്ലോ, ആ നേതൃത്വത്തിൻ്റെ പേരിൽ പോയി ചോദിച്ചു മത്സരിക്കുന്നോ. അപ്പോൾ പറഞ്ഞു, മോളെ ഞാൻ മത്സരിക്കുന്നില്ല.
ഞാനിപ്പോൾ കോൺഗ്രസ് പ്രവർത്തനത്തിലൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതെല്ലാം ഞാൻ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. മോള് മത്സരിക്കണം. മോള് മത്സരിച്ചാൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും ഞാനടക്കം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിട്ടതിന് ശേഷമാണ് ഏതോ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് വീണ്ടും ആ UDFന്റെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാനിടയായിട്ടുള്ളത്. പക്ഷെ അതേസമയത്ത് വളരെ തെറ്റായിട്ടുള്ള ചില പ്രചരണങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ആ തെറ്റായ പ്രചരണം അവർക്ക് ഒരുപക്ഷെ വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നമ്മുടെ LDFന്റെ പ്രവർത്തനത്തെ പറ്റിയോ മുൻകാല മെമ്പർമാരെ പറ്റിയോ ഈ നാടിൻ്റെ വികസനപരമായ കാര്യങ്ങളെപ്പറ്റിയോ യഥാർത്ഥത്തിൽ ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റൊന്നും പറയാതില്ലാത്തതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു അർത്ഥവും നാം കാണേണ്ടതായിട്ടില്ല. നമുക്കിപ്പോൾ നാളെ കേരളത്തോട് നാം സംഘടിപ്പിച്ചിട്ടുള്ള യോഗത്തിൽ LDFന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഖാവ് നമ്മുടെ PK ഗോപൻ അത് ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തും. കഴിഞ്ഞ ദിവസം നമ്മുടെ ചിറ്റയം ഗോകുമാർ വന്നിരുന്നു. അതിനുശേഷം നമ്മൾ വരുന്ന 8-ാം തീയതി 6 മണി വരെ 8-ാം തീയതി 6 മണി വരെയാണ് നമ്മുടെ പരസ്യമായ പ്രചരണത്തിന് സമയമുള്ളൂ. അപ്പോൾ അതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തകരും നല്ലതുപോലെ ഇടപെടുന്നുണ്ട്. നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ചുരുക്കം സമയത്തിൽ നല്ല ശക്തമായി കേന്ദ്രീകരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ സ്ഥാനാർത്ഥികളെ നമ്മുടെ എല്ലാ വോട്ടർമാരെയും കാണേണ്ട എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുന്നുണ്ട്. ആരൊക്കെയാണോ ഓരോരുത്തരെയും കാണേണ്ടത് അവരെല്ലാം വ്യക്തിപരമായി കണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ സ്ഥാനാർത്ഥികളുടെ സ്വീകരണം നല്ല ഗംഭീരമായ വിജയമായിരുന്നു. എല്ലാ പ്രദേശത്തുനിന്നും ആളുകൾ അത് വരികയും കാണുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണുള്ളത്. ഈ സ്ഥിതി നമ്മുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നമ്മളാണ് ജയിക്കുന്നതെങ്കിൽ പോലും ചെറിയ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. നമ്മുടെ ഈ വാർഡിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഒരു മൂന്നക്കത്തിനപ്പുറത്തേക്ക് കിടക്കത്തക്ക നിലയിലുള്ള ഭൂരിപക്ഷം നമുക്ക് ഈ വാർഡിൽ ഉറപ്പിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ സഖാക്കളെയും അവരെല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്ഥാനാർത്ഥിയെ ചിറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ 10-ാം തീയതി വോട്ട് രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയരെ, അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമാണ്. വിദ്യാഭ്യാസത്തിലും അറിവിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിത ശൈലി സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തിൽ ജനിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം മനസ്സിൽ കരുതി ആദ്യമായി കന്നി അംഗത്തിന് ആദ്യമായി ഒരു മത്സരത്തിന് ഇറങ്ങിത്തിരിച്ച നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി, ആ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ സ്നേഹനിധികളായ എല്ലാവരെയും വിളിക്കുകയാണ്. പ്രത്യേകിച്ച് പേര് വിളിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവർ നിങ്ങളോട് 2 വാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടെ യോഗം അവസാനിക്കും. സ്വീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടന്റെ സമാപന സ്വീകരണ പരിപാടിയാണ് പ്രേക്ഷകർ കാണുന്നത്. സ്ഥാനാർത്ഥി ഗ്രീഷ്മ ചൂടൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഡിസംബർ 10-ന് നടക്കുന്ന പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള വാർഡാണ് പൂങ്കോട്. നമ്മുടെ വാർഡിന്റെ വികസന തുടർച്ചയ്ക്ക് നമുക്ക് ജയിക്കണം. എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ
പറയാനുള്ളൂ. സഹതാപത്തിന്റെ മുതലക്കണ്ണീര് കാണിച്ച് വോട്ട് തട്ടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും ജാതി രാഷ്ട്രീയം മാത്രം പറയുന്ന BJPയെയും എതിർത്ത് തോൽക്കാൻ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജയിച്ചു വന്നാൽ നിങ്ങളുടെ ഏതാവശ്യത്തിനും ഞാനും എന്റെ പ്രസ്ഥാനവും ഒപ്പമുണ്ടാകും. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. നിങ്ങളിൽ ഒരുവളായ എന്നെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ തന്ന ഈ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി. സ്നേഹിതരെ, ഈ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാവരുടെക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും തൊഴിലാളികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് ഇത് കഴിഞ്ഞ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടന്റെ കമ്മിറ്റിയുണ്ട്. സ്വീകരണ പരിപാടികൾ വാർഡിന്റെ വിവിധ മേഖലകളിൽ ജനങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചടയമംഗലം ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അതിന്റെ സമാപന സ്വീകരണ പരിപാടിയാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. സമാപന സ്വീകരണ വേദിയിൽ നിന്നും സാക്ഷിക്ക് വേണ്ടി ഗോപനും രാജ്മോഹനും. സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു.